ഓക്കെ, BPS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലെ 8th യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഫർമേഷൻ മോണിറ്ററിങ്. അതായത് നമ്മളിപ്പോൾ എന്താണ് ലോജിസ്റ്റിക്സിൻ്റെ കൺസെപ്റ്റ്, ഫ്രെയിംവർക്ക് മാനേജ്മെൻറ്റ്, അതിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതിൻ്റെ എന്താണ് സാധനങ്ങളാണ് ഒരുമിച്ച് കൂട്ടുക, ഇൻവെൻട്രി കൺട്രോൾ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്, പാക്കേജിങ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ്, സ്റ്റോറേജ്, ഇതുവരെയൊക്കെ പറഞ്ഞു. ഇനി ഈ ഓരോ ഘട്ടത്തിലും എന്താവശ്യമുണ്ട്? ഇൻഫർമേഷൻ മോണിറ്റർ ചെയ്യുക. എന്താണ്, അതായത് ഇതിലൊരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ ചാനലും കൂടിയും ഇതിൽ നേരായി പോകണം. അപ്പം എന്താണ് അതും കൂടിയും എന്താവുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്മൂത്ത് ഫ്ലോ ഓഫ് എവറി സ്റ്റേജ് എന്താവുള്ളൂ, നല്ല രീതിയിൽ പോകുള്ളൂ. ദെൻ എന്താണ് നോക്കാം. ലോജിസ്റ്റിക് ഈസ് സെൻറ്റേഡ് ഓൺ ദി ഫ്ലോ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ഫ്ലോ ആ ഒരു ഇതാണല്ലോ, അത് സെൻറ്റേഡ് ആയിട്ടാണല്ലോ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ കീ ഏരിയാസ്? മെറ്റീരിയൽ ഹാൻഡ്ലിങ്, പ്രൊഡക്ഷന്, പാക്കേജിങ്, ഇൻവെൻട്രി, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ്, സെക്യൂരിറ്റി. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കീ ഏരിയാസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ എന്താണ്, എഫക്റ്റീവ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എൻഷ്യൂർസ് ദ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസെപ്ഷൻ. അതായത് സ്റ്റോറേജ് ഏതിൻ്റെയൊക്കെ ഒറിജിനൽ പോയിന്റ് മുതൽ, അതായത് ഒറിജിൻ അതിൻ്റെ ആ ഒരു ഫോം തൊട്ടിട്ട് കൺസെപ്ഷൻ വരെ, യൂസേജ് വരെയുള്ള ആ ഒരു സ്റ്റേജിൻ്റെ ഇടയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ നല്ലൊരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടക്കണം എന്നുള്ളതാണ്. എന്താണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ? എന്ത് ബേസ് ചെയ്തിട്ടാണ് നടക്കുക? ഡാറ്റ റിഗാർഡിങ് സെയിൽസിനെ റിഗാർഡ് ചെയ്തിട്ട്, ഇൻവെൻട്രി ലെവൽസിനെ റിഗാർഡ് ചെയ്തിട്ട്, ഫോർകാസ്റ്റ്, പ്രൊക്യൂർമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ്സ്, ഇൻവോയ്സിങ്. നെക്സ്റ്റ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്? ടു ബി എഫക്റ്റീവ് ഇൻഫർമേഷൻ മസ്റ്റ് അതർ ടു പ്രിൻസിപ്പിൾ ഓഫ് അവൈലബിലിറ്റി. സാധനത്തിന് റെഡിലി ആൻഡ് കൺസിസ്റ്റന്റ്ലി അവൈലബിൾ, കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിട്ട് അവൈലബിൾ ആകുക. ദെൻ അക്യൂറസി, കറക്റ്റ് ആണ്, റിഫ്ലക്റ്റിംഗ് ദ ട്രൂ സ്റ്റാറ്റസ്. അതായത് എന്താണ്, അത് ഇപ്പോൾ കറക്റ്റ് പൊസിഷൻ എന്താണ്, കറക്റ്റ് സ്റ്റേജ് എന്താണ്, കറക്റ്റ് സ്റ്റാറ്റസ് എന്താണ് നോക്കുന്നതാണ്. ദെൻ ടൈം ലൈൻനെസ്, പ്രൊവൈഡിങ് ക്വിക്ക് ഫീഡ്ബാക്ക്, ടൈം ടു ടൈം ആയിട്ട് എന്താണ് പെട്ടെന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുക. ദെൻ എലമെന്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ. എന്തൊക്കെ എലമെന്റ്സ് ആണ്? ആ ഒരു എലമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോസസ് ഏത്? റിലയബിൾ സോഴ്സസ്, എഫിഷ്യന്റ് കളക്ഷൻ, സെക്യൂർ സ്റ്റോറേജ്, പ്രോംപ്റ്റ് റിട്രീവൽ, ആക്സസിബിൾ റിപ്പോർട്ട്സ്. ഇത് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ്, അതായത് എന്താണ് ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ഏതിനൊക്കെ? എഫിഷ്യൻസി ഇൻ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ, സപ്ലൈ ചെയിനിന്റെ ഒപ്റ്റിമൈസ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ. ദെൻ ക്ലയന്റ് സെഗ്രിഗേഷൻ, പ്രൈസ് ഫിക്സ് ചെയ്യാണ്. കസ്റ്റമർ ലോയാലിറ്റി അനാലിസിസ് ചെയ്യാണ്. ദെൻ കോസ്റ്റ് ഓർ ക്വാളിറ്റി കൺട്രോൾ. ഇതിനൊക്കെയാണ് ഇത് അപ്ലിക്കേഷൻ ഏരിയാസ്. ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കമ്പോണൻസ് അടങ്ങിയതാണ്. ഏതൊക്കെ? ഇൻപുട്സ്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഔട്ട്പുട്സ്. ഇൻപുട്ട് ഏതൊക്കെയാണ്? ഡാറ്റ ഫോർ പ്ലാനിങ് ഓർ ഓപ്പറേറ്റിംഗ്. ദെൻ ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഡാറ്റ സെലക്ഷൻ ആൻഡ് അനാലിസിസ്. ദെൻ ഔട്ട്പുട്സ് എന്തൊക്കെ? സമ്മറി, സ്റ്റാറ്റസ് ആൻഡ് എക്സംഷൻ റിപ്പോർട്ട്സ്. നെക്സ്റ്റ് ആണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ ഫ്ലോ. ആ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. ദ ഇൻഫർമേഷൻസ് ആർ ദ ലിങ്ക് ബിറ്റ്വീൻ ഫിസിക്കൽ ഗുഡ്സ് ആൻഡ് വേരിയസ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, സ്റ്റോക്ക് കൺട്രോൾ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ലിങ്കാണ്? ഫിസിക്കൽ ഗുഡും അതേപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് ട്രാൻസ്പോർട്ട്, സ്റ്റോക്ക് കൺട്രോൾ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഈ ഒരു ഏരിയനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അതും പിന്നെ ഫിസിക്കൽ ഗുഡും തമ്മിലുള്ള ഒരു ലിങ്കാണ്. മെയിൻ ഫ്ലോ ഉണ്ട് അതിൽ. ഏതൊക്കെയാണ്? 3 പ്രൈമറി ഫ്ലോസ് ആണ് മെയിൻ ഫ്ലോസിലുള്ളത്. പ്രൊഡക്ഷൻ ഫ്ലോ, ഇൻഫർമേഷൻ ഫ്ലോ, ഫിനാൻസ് ഫ്ലോ. അതായത് പ്രൊഡക്റ്റ് ഫ്ലോയിൽ ഏതൊക്കെയാണ്? മൂവ്മെന്റ് ഓഫ് ഗുഡ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇൻഫർമേഷൻ്റെ ഫ്ലോയിൽ ഏതൊക്കെയാണ് പറയുന്നത്? ഓർഡേഴ്സ്, അതേപോലെ തന്നെ ഡെലിവറി സ്റ്റാറ്റസ് ആണ്. ഫിനാൻസ് ഫ്ലോയിലോ പേയ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് ടേംസ്. അതായത് ആ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, അതായത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള പ്രൊഡക്റ്റ് മൂവ്മെന്റ്, ആ ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്തു, ദെൻ അത് എവിടെ എത്തി, എങ്ങനെയാണ്, അതിന് സ്റ്റാറ്റസ് എന്താണ്. ദെൻ ഫിനാൻസ് ഫ്ലോ, അതിന് പേയ്മെന്റ് കിട്ടുമോ അല്ല അത് ക്രെഡിറ്റിലാണോ ഉള്ളതിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. സ്ട്രാറ്റജിക് അസറ്റ് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ഈസ് കൺസിഡേർഡ് എ ട്രഷേർഡ് കോർപ്പറേറ്റ് അസറ്റ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് അസറ്റ് ആണ്. ഫെസിലിറ്റേറ്റ് റിയൽ ടൈം ആക്സസ്, റെഡ്യൂസ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ്, ഇനാബിൾ ദ മാനേജ്മെന്റ് ഓഫ് ഇ ലോജിസ്റ്റിക്സ്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ലോജിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജീസ് എന്ന് നോക്കാം. IT എന്ന് പറയുന്ന സംഭവം എന്തുണ്ടായി? ഒരു ഇന്നോവേഷൻ, ബിസിനസ് പ്രോസസ്സിലും അതിന്റെ ഇംപ്രൂവ്മെന്റിലും ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാണ് അത് വന്നത്. CIS, കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ് ഇൻക്ലൂഡ് റാപ്പിഡ് എറർ ഫ്രീ ഡാറ്റ. നമുക്ക് എന്താണ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്, അതേപോലെ തന്നെ എറർ ഇല്ലാത്ത, തെറ്റുകളില്ലാത്ത ഡാറ്റ, കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ മോഡൽ, കോംപ്ലക്സ് ആയിട്ടുള്ള കുറെ ടേംസ് എന്താണ് നമുക്ക് ഇതിൽ കൂടെ
റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ കുറക്കാൻ പറ്റും. ദെൻ ലോങ് ടേം കോസ്റ്റ് സേവിങ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈ ആൻഡ് ഡിമാൻഡും തമ്മിലുള്ള എന്താണ് ഒരു കോർഡിനേഷനും കൂടി എന്താണ് ഇംപ്രൂവ് ചെയ്തു. ദെൻ എക്സ്റ്റേണൽ വിയസ് ഇന്റേണൽ ഇൻഫർമേഷൻ. എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഇതുണ്ട്. എക്സ്റ്റേണൽ എന്താണ് റിലേറ്റ്സ് ടു കസ്റ്റമർ ഓർഡർ പാറ്റേൺസ്. എക്സ്റ്റേണൽ എന്ന് പറയാൻ പുറമേയുള്ള കസ്റ്റമർ ഓർഡർ പാറ്റേൺസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസ് ആൻഡ് ഓർഡർ പ്രൊസീജിയേഴ്സ് ആണ് എക്സ്റ്റേണലിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇന്റേണൽ എന്താണ് നടക്കുക? ഇന്റേണൽ എന്ന് പറയുമ്പോൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഒരു സ്ഥാപനത്തിന് ഇന്റേണൽ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്? പർച്ചേസിങ്, കോസ്റ്റ്, റൂട്ടിംഗ്, പ്രൊഡക്ഷൻ, പെർഫോമൻസ്, ഷെഡ്യൂളിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ്, സ്ട്രക്ചർ, കംപ്ലൈൻസ്, ദെൻ ഫിനാൻസ്, ബഡ്ജറ്റ്, ക്രെഡിറ്റ്, റേറ്റിംഗ്സ് ആണ് ഇന്റേണലി നടക്കുന്ന കാര്യം. ഇതിനെന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്തൊക്കെ പ്രോസസ്സാണ്? കീ ഏരിയാസ് ഏതൊക്കെയാണ്? ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്. എന്താണ്? സ്പീഡ് അപ്പ് ദ സൈക്കിൾ ഓഫ് ഓർഡറിംഗ്, ഷിപ്പിംഗ് ആൻഡ് ബില്ലിംഗ്. ഓർഡറിന്റെ കാര്യത്തിൽ. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റീപ്ലേസ് ഓൾഡർ സിസ്റ്റം വിത്ത് ഹൈലി ഓട്ടോമേറ്റഡ് സെൻട്രലൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം വന്നതോട് കൂടിയിട്ട് വെയർ ഹൗസിംഗിൽ എന്താണ് ഓൾഡർ സിസ്റ്റം ഒക്കെ എന്താണ് ഓട്ടോമാറ്റിക് ആയി. അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ എന്താണ് ഏകോപിപ്പിച്ചിട്ട് അത് മുന്നോട്ട് പോയി. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ എഫക്റ്റീവ് ഇൻവെന്ററി ലെവൽസ് യൂസിങ് ന്യൂ ടെക്നിക്സ്. പുതിയ പുതിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെന്ററി ലെവൽസ് എന്തായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചു. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഡയറക്ട്ലി അഫക്ട് ഡെലിവറി സ്പീഡ്, പ്രൈസിങ് ആൻഡ് പ്രൊഡക്റ്റ് കണ്ടീഷൻ. ഇതെന്താണ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ഡയറക്ട്ലി ഏതിനൊക്കെ അഫക്റ്റ് ചെയ്തു? സാധനങ്ങൾ ഡെലിവറി സ്പീഡായിട്ട് എത്തിക്കാൻ, പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ, ദെൻ എന്താണ് പ്രൊഡക്റ്റിന്റെ കണ്ടീഷന്റെ കാര്യത്തിൽ. നെക്സ്റ്റ് എന്താണ് ഒപ്റ്റിമൈസിങ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ ഫ്ലോ. എന്താണ് നോക്കുക? മാക്സിമം ഒപ്റ്റിമൈസിങ് എന്ന് പറയുന്ന ഇൻഫർമേഷന്റെ ഫ്ലോ എന്താണ് മാക്സിമൈസ് ആക്കുക എന്നുള്ളത്. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് 5 ഡൈനാമിക് ഫ്ലോസ് ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ, മെറ്റീരിയൽസ്, ദെൻ മണി, ഹ്യൂമൻ റിസോഴ്സസ്, ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ എ കമ്പനീസ് ഗ്രോത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്പനീന്റെ ഗ്രോത്തിൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിസ്റ്റം ക്യാപ്പബിലിറ്റീസ് എന്താണ്? ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്താണ് ഫുള്ളി സിസ്റ്റമൈസ്ഡ് ആക്കുന്നത്? പ്രത്യേകിച്ച് എന്താണ് നമുക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് മാസീവായുള്ള ഡാറ്റ ഒരുമിച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ നീഡ്സ് ത്രൂ മോഡലിംഗ് ആൻഡ് ഫോസ്റ്റർ കൊളാബറേഷൻ വഴി അല്ലെങ്കിൽ മോഡലിംഗ് വഴി എന്താണ് ഫ്യൂച്ചറിന്റെ നീഡ്സ് എന്താണ് ഫോർകാസ്റ്റ് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഇതിലുള്ള കീ ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഇൻട്രാനെറ്റ്സ് വഴി സ്പെഷ്യലൈസ്ഡ് WMS അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് EDI വഴി ഫോർ റാപ്പിഡ് ഡോക്യുമെന്റ് എക്സ്ചേഞ്ച്, പാർട്ണർ പോർട്ടൽസ് ആൻഡ് ഇന്റർനെറ്റ്. ഈ വഴിയൊക്കെയാണ് എന്തുണ്ടാവുക അച്ചീവ്ഡ് ത്രൂ എന്തൊക്കെ ടെക്നോളജീസ് ഇതിൽ യൂസ് ചെയ്യണത്. ദീസ് ടെക്നോളജീസ് ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് ഇന്റർ ഓപ്പറബിലിറ്റി. എന്താണ് ഈ ഒരു ടെക്നോളജി എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക? ഫ്ലെക്സിബിലിറ്റി, അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഇന്റർ ഓപ്പറബിലിറ്റി ആണ് ഇത് ഇംപ്രൂവ് ചെയ്യുക.